Watch full episodes on Jio Hotstar. പാടാൻ തുടങ്ങിയല്ലോ. അയ്യോ, എന്റെ വീട്ടില് പാമ്പ് കേറിയല്ലോ. ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കൂ. എന്താണിത്? നമ്മുടെ വീട്ടിൽ പാമ്പ് വന്നത് ആ നാണാജി പാടാൻ തുടങ്ങിയത് കൊണ്ടായിരിക്കും പാമ്പ് വന്നത്. പോയിട്ട് ആ നാണാജിന്റെ പാട്ട് എങ്ങനെ നിർത്തണം, അല്ലെങ്കിൽ പണി കിട്ടും. അയ്യോ നാനാജി, ഒന്ന് നിർത്തോ, എനിക്ക് പാട്ട് പാടുന്ന. അയ്യോ പ്ലീസ് നാനാജി, ഒന്ന് പറഞ്ഞു. നാണാജി, നിങ്ങളിങ്ങനെ പാടുന്നുകൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് പാമ്പ് വരാൻ തുടങ്ങി. ഒന്ന് പാട്ട് നിർത്തൂ, നമ്മളെന്തെങ്കിലും ചെയ്യാൻ കൊടുക്കൂ. പാട്ട് ഒന്ന് നിർത്തോ എന്നെ നാനാജി. ഹലോ, ലഡ്ഡു സിംഗ് ആണ്. ലഡ്ഡു സിംഗിനെ വിളിക്കാനല്ല, നമ്മൾ ഉണ്ടാക്കിയ ലഡ്ഡു കൊണ്ടുവരാനാ പറഞ്ഞു. നല്ല രുചിയുള്ള ലഡ്ഡു. അല്ല, തനേജയും സ്വാമിയും എല്ലാവരും ഉണ്ടല്ലോ. എന്റെ പാട്ട് കേട്ടിട്ട് ഇഷ്ടപ്പെട്ട് ഓടി വന്നതാണല്ലേ. കൊള്ളാമോ? കേട്ടോളൂ കേട്ടോളൂ, ഞാൻ വേണമെങ്കിൽ ഇനിയും പാടാം. ദിവസവും ബാങ്കിലും കടകളിലും മോഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സ്നേക് മാനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. ശിവ, ഈ സ്നേക് മാനെ കുറിച്ച് ഓർത്തപ്പോ ഞങ്ങളുടെ നാട്ടിലുള്ള കോബ്ര സ്നേക്കിനെ കുറിച്ച് ഓർമ്മ വന്നു. ഒരു കോബ്ര ദിവസവും ഞങ്ങളുടെ നാട്ടിൽ വന്ന് കോഴികളെയും കോഴിയുടെ മുട്ടകളെയൊക്കെ കഴിക്കുമായിരുന്നു. അങ്ങനെ ഗ്രാമത്തിൽ ഒരു മീറ്റിംഗ് വെച്ചു, കോബ്രനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണമെന്ന്. അപ്പൊ നീ എന്താ ചെയ്തേ? ഞാൻ എന്താ പറഞ്ഞെന്നറിയോ? കോബ്ര എങ്ങോട്ട് പോകാനാണ്? അവന്റെ താവളത്തിലായിരിക്കും പോകുന്നത്. കാട്ടിൽ ചെന്ന് നമുക്ക് അന്വേഷിക്കാന്ന് പറഞ്ഞു. പാമ്പുകളുടെ കൂട്ടം എവിടെയാണോ അധികം ഉള്ളത് അവിടെയാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ അന്വേഷിച്ചപ്പോ അവസാനം കോബ്രയുടെ താവളം കണ്ടെത്തി. അങ്ങനെ പുറത്തു നിന്ന് മകുടി ഊതാൻ തുടങ്ങിയപ്പോഴുണ്ടല്ലോ, എന്താ സംഭവിച്ചെന്നറിയോ? കുറച്ചു നേരം കഴിഞ്ഞപ്പോ കോബ്രകളൊക്കെ പുറത്തേക്ക് വന്നു. അങ്ങനെ അതിന് ശരിക്കും വലയിട്ടങ്ങ് പിടിച്ചു. ഹലോ ആദി, നന്നായി. നീ വളരെ ജീനിയസ് ആണ് കേട്ടോ. നീ ഒരു ഐഡിയ ഇപ്പൊ തന്നേ. ഇനി ആ സ്നേക് മാനെ പിടിക്കാൻ വളരെ എളുപ്പമായിരിക്കും. അതിൽ ഞാൻ ഭയങ്കര ജീനിയസ് ആണല്ലോ. പക്ഷെ ഒരിക്കലും അതിന്റെ അഹങ്കാരം കടിച്ചിട്ടില്ല. പക്ഷേ ഒരു കാര്യം നീ എന്നോട് പറയേ, ആ സ്നേക് മാനെ നീ എങ്ങനെയാ പിടിക്കാൻ പോകുന്നത്? പറ. സ്നേക് മാൻ ചെറിയ പാമ്പൊന്നും അല്ല. ചെറിയ താവളത്തിൽ ഒളിച്ചിരിക്കാൻ അവൻ തീർച്ചയായും ഗുഹയിലാവും ഉണ്ടാവുക. ഒരുപാട് കേവ് എവിടെയുണ്ടോ അവിടെയാണ് നമ്മൾ പോവേണ്ടത്. അതായത് മൗണ്ടൻ ഓഫ് കേവിലല്ലേ? അവിടെ ഒരുപാട് കേവ്സ് ആണ് ഉള്ളത്. അതെ, അത് തന്നെ. നമ്മൾ അവിടെ ചെന്ന് മകുടി ഊതാൻ തുടങ്ങിയാൽ അവന്റെ പാമ്പുകളൊക്കെ വളരെ വിഷമിക്കും. അങ്ങനെ അവൻ പുറത്തേക്ക് വരാനായിട്ട് അവൻ നിർബന്ധിക്കും. നല്ല ഐഡിയ ആണ്. എനിക്കറിയാം മകുടി എങ്ങനെയാണ് ഊതേണ്ടതെന്ന്. നമുക്ക് ലഡ്ഡു സിംഗ് സാറിനോട് കാര്യം പറയാം. അതിന്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ എല്ലാം തന്നെ കേട്ടു. ഞാനും ഇത് തന്നെ പ്ലാൻ ചെയ്തത്. നിന്നോട് ഞാൻ പറയാതിരിക്കായിരുന്നു, അറിയോ? എന്നാ പിന്നെ ലഡ്ഡു സിംഗ് സാറേ, ഇവിടെ തന്നെ ഒരു പോലീസ് സ്റ്റേഷൻ വെച്ചൂടെ?
ഈ കുന്തമാരാ ഇപ്പൊ ഈ ഊതറേ? ആരടാ ഊതറേ? ഓക്കെ ലിറ്റിൽ സിക്സർ, ഞാൻ പോവാണ്. നിങ്ങൾ പിന്നെ വന്നാ മതി. ചിറ്റപ്പ, എനിക്ക് തോന്നുന്ന ആ ശിവയെ എന്തോ പരിപാടി ഒപ്പിക്കുന്നുണ്ട്. ആ ഊതിയതൊക്കെ അവനാണ് തോന്നണോ? ആ ചെറുക്കൻ തോൽവി സമ്മതിക്കുന്നവരുടെ കൂട്ടത്തിലുള്ളതല്ല. പെട്ടെന്ന് നമുക്ക് ഈ സ്വർണവും വെള്ളിയും കുന്തവും കുടച്ചക്രമൊക്കെ എടുത്ത് ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെട്ടേ പറ്റൂ. അതാ ശരി. നിനക്കൊരു കാര്യം അറിയോ? എനിക്ക് പണത്തിനോട് ആർത്തിയേ ഇല്ല. ഞാൻ ആന്റിഡോട്ട് റെഡിയാക്കി കഴിഞ്ഞു. ഇതാ നോക്കൂ, എന്നെ നോക്കൂ. ഞാൻ വീണ്ടും പഴയ രൂപത്തിലായി. വരൂ, ഞാൻ സ്പ്രേ ചെയ്ത് നിന്നെയും പഴയ രൂപത്തിലാക്കാം. എന്റെ പുന്നാരം ചിറ്റപ്പ്, ഇപ്പോഴല്ലേ ശരിക്കെന്റെ കളി തുടങ്ങാൻ പോണത്. നമ്മൾക്ക് കുറെ ദൂരം സഞ്ചരിക്കാനുണ്ട്. ആ സ്പ്രേ അത്രയും നാള് അവിടെ തന്നെ കിടക്കട്ടെ. ഇനി ആരുമില്ല ഈ സ്നേക്ക് മാനെ തടയാനായിട്ട്. നിന്നെ തടയാൻ ആളെത്തിക്കഴിഞ്ഞു സ്നേക്ക് മാൻ. നീ ഇവിടെയും എത്തിയോ? ആ ഊത്ത് നീയല്ലടാ ഊതിയത്. ഞാൻ ഏത് കേവിലാന്നറിയാൻ വേണ്ടി സത്യം പറ കുട്ടി. അങ്കിൾ, ഞാൻ പറഞ്ഞിട്ടില്ലേ കുട്ടി എന്ന് വിളിക്കരുതെന്ന്. ശിവ, ഇത്രയും നേരം ഞാൻ നിന്നെ ഒരു കുട്ടിയായിട്ടാണ് കരുതിയത്. പക്ഷെ ഇനി അങ്ങനെയില്ല. ഇളിച്ച് കാണിക്കണ്ട, ശിവയെ പേടിപ്പിക്കേ. അല്ല, നീ എന്നോട് പറഞ്ഞത് ഈ മരുന്ന് കളഞ്ഞു എന്നല്ലേ? ഹേയ് ചിറ്റപ്പ്, താങ്കൾ ഭയങ്കര പാവമാണ്. ഞാനിതിനെ ഈ ഒരു ദിവസത്തേക്ക് വേണ്ടിയാണ് കാത്തു സൂക്ഷിച്ചു വെച്ചത്. ഇത് അതേ കെമിക്കൽ അല്ലേ? താങ്കളെ പകുതി പാമ്പാക്കി വെച്ച അതേ കെമിക്കൽ. ഇനി കാണ് ഞാൻ എന്താണ് ചെയ്യാൻ പോടേണ്ടത്. അങ്ങനെ ചെയ്യരുത്, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഇവിടെ വാടോ ലഡ്ഡു സിംഗ്. എടാ മോനെ ലഡ്ഡു, ഹേയ് ലഡ്ഡു, ഇവിടുന്ന് 50,000 കിലോമീറ്റർ ദൂരത്തിൽ നിന്ന് ഒരു കുഞ്ഞു പോലും നിന്നെ രക്ഷപ്പെടുത്താൻ പറ്റില്ല. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ നൃത്തം ഒരിക്കലും നിർത്തരുതെന്ന്. ഞാൻ നിർത്തിട്ടേ ഇല്ലല്ലോ. എന്നെ വിട്ടാലല്ലേ എനിക്ക് ഡാൻസ് ചെയ്യാൻ പറ്റുള്ളൂ. പ്ലീസ് എന്നെ ഒന്ന് ഇറക്കി വിടൂ, ഞാൻ ഡാൻസ് കളിച്ചോളാം. ശിവ, കൂട്ടുകാരെ പറ്റിയുള്ള വിചാരം നിർത്ത്. എന്നിട്ട് നിന്നെ കുറിച്ച് വിചാരിക്ക. ശിവ, ആ മോളിലൊരു കുപ്പിയിൽ ആന്റിഡോട്ട് ഉണ്ട്. എങ്ങനെയെങ്കിലും അതെടുത്ത് ഇവന്റെ മോളിൽ സ്പ്രേ ചെയ്യൂ. ഇപ്പൊ പറ, നിന്നെ കുട്ടിയെന്ന് വിളിക്കണോ അതോ ശിവന്നോ? ഇപ്പൊ വന്നില്ലേ എന്റെ പിടിയിലേ. നോക്കൂ, നിങ്ങളുടെ കൂട്ടുകാരൻ ശിവ
എങ്ങനെയാണ് ഒരു സഹായമില്ലാണ്ട് താഴെ വീണ് കിടക്കണ കണ്ടില്ലേ? വരൂ കുട്ടികളെ, എന്നെ തല്ലി അങ്ങോട്ട് കൊല്ലൂ. ഇനി നോക്ക് കുട്ടി, ഞാൻ എങ്ങനെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് നിന്നെ അങ്ങ് കൊന്നു തീർക്കും. കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. വെൽക്കം ബാക്ക് ടു ഹ്യൂമൻ വേൾഡ് അങ്കിൾ. ഞാൻ സ്പ്രേ ബോട്ടിൽ എടുത്തത് നിങ്ങൾ അറിഞ്ഞതേ ഇല്ല. പക്ഷെ ബോധം കെട്ട രീതിയിൽ ഞാൻ അഭിനയിക്കായിരുന്നു, കാരണം നിങ്ങളുടെ മുഖത്തിന്റെ അടുത്ത് എത്താൻ. ഇല്ല 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 വേണ്ട. എന്തിനാടാ ആവശ്യമില്ലാതെ തല്ലുകൊള്ളുന്നേ? നീ സ്നേക് മാൻ ആയിരുന്നിട്ടും ശിവയെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇനിയിപ്പോ എന്തോ ചെയ്യും? ശിവ, താങ്ക് യു വെരി മച്ച്. നീ ഇവനെ പഴയ രൂപത്തിലാക്കി. എന്റെ പരീക്ഷണങ്ങൾ തെറ്റിയതിന് ഒരുപാട് പണവും സ്വർണവും കൊള്ളയടിച്ചു. അവൻ ചെയ്ത തെറ്റിന് ഞാൻ നിങ്ങളോടൊക്കെ മാപ്പ് ചോദിക്കും. സോറിയോ? ഇനി ഇവനല്ലേ സോറി പറയണ്ടേ? അതും ജയിലിനകത്ത് നിന്ന് പാമ്പ് ഡാൻസ് കളിച്ചോണ്ട്. ഇവൻ ജയിലിനകത്തുള്ളിടത്തോളം കാലം ഞാൻ ടേപ്പ് ഓൺ ചെയ്ത് ഇവനെ കൊണ്ട് പാമ്പ് ഡാൻസ് കളിപ്പിക്കും. ഇവൻ എന്നെ ഒരുപാട് പാടുപെടുത്തിയത് അറിയോ? എന്തേ ഇനി മുതൽ നിനക്ക് ജയിലിനകത്ത് തന്നെ കിടക്കാം. ഡാൻസ് ചെയ്യാൻ പെടറാം. ഊതാൻ തുടങ്ങിക്കോ, വേഗം ഊത്. ഇപ്പൊ ഊതാൻ തുടങ്ങിയാലും ഡാൻസ് കളിക്കാൻ പ്രാക്ടീസ് ചെയ്യോ. Watch India's largest kids library only on Jio Hotstar. Download the app now.